ആത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കരങ്ങൾ കൂപ്പി ദൈവസന്നിധിയിൽ നന്നായിട്ട് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, വർഷങ്ങൾ പഴക്കങ്ങളുള്ള ചില തടസ്സങ്ങൾ എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ ഉണ്ടല്ലോ. ആ തടസ്സങ്ങളെ ഈശോ ഈ സമയം സൗഖ്യപ്പെടുത്താൻ, വിടുതൽ നൽകാൻ ഇതാ ആഗ്രഹിക്കുന്നു. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ആ മേഖല എന്താണോ അത് ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇതാ ഈശോ നിന്നിൽ ഇടപെടുന്ന സമയമാണ്. 12 വർഷമായി രക്തസ്രാവമുണ്ടായിരുന്ന സ്ത്രീ ഉള്ളിൽ വിശ്വസിച്ചു, ഞാൻ ഈശോയെ കണ്ടാൽ, ഈശോയെ തൊട്ടാൽ എൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറും. ഈ സമയത്ത് നമ്മളും വിശ്വസിക്കുന്നു, യേശുവിലാണ് എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരം. നാളുകളായി ഞാൻ അനുഭവിക്കുന്ന എല്ലാ രോഗപീഠകൾക്കുമുള്ള ഉത്തരം യേശുവിലാണ്. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ഈ വിശ്വാസം ഉള്ളിൻ്റെ ഉള്ളിൽ ആവർത്തിച്ച് നമ്മൾ പറയണം. യേശുവിലാണ് എൻ്റെ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം. എൻ്റെ രോഗപീഠകൾക്ക് ഉത്തരം യേശുവിലാണ്. യേശു എന്നെ സൗഖ്യപ്പെടുത്തുന്നു. യേശു എന്നെ സൗഖ്യപ്പെടുത്തുന്നു. ഉള്ളിൻ്റെ ഉള്ളിൽ ആ വലിയ ബോധ്യം പ്രഖ്യാപിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. യേശു എന്നെ സൗഖ്യപ്പെടുത്തുന്നു. യേശു എൻ്റെ ശരീരത്തെ തൊട്ട് സൗഖ്യപ്പെടുത്തുന്നു. വിശ്വസിച്ച് ഓരോ വ്യക്തിയും അത് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. യേശു എൻ്റെ ശരീരത്തെ തൊട്ട് സൗഖ്യപ്പെടുത്തുന്നു. യേശു എൻ്റെ ശരീരത്തെ തൊട്ട് സൗഖ്യപ്പെടുത്തുന്നു. ഉള്ളുരുകി ആ മേഖല വിശ്വസിച്ച് ഏറ്റെടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നിന്റെ ജീവിതത്തിൽ വർഷങ്ങളായിട്ടുള്ള ചില മേഖലകൾ, ഒരുപക്ഷെ ഓരോ വർഷവും മുന്നോട്ട് നീങ്ങുമ്പോൾ നിരാശയും ദുഃഖവുമായിരിക്കും. എന്നാൽ ഈശോ ആ നിരാശയും ദുഃഖത്തെയും മാറ്റി ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി നിന്റെ മേൽ ചൊരിയാൻ ആഗ്രഹിക്കുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. 38 വർഷം പഴക്കമുള്ള രോഗപീഠയുമായി കിടന്നിരുന്ന രോഗിയുടെ മുമ്പിൽ ഈശോ കടന്നു ചെന്നെങ്കിൽ, ഇതാ എൻ്റെ കുടുംബത്തിലും നാളുകളായി കുടുംബത്തിൽ അനുഭവപ്പെടുന്ന എല്ലാ തടസ്സ മേഖലകളെയും ഈശോ തൊട്ട് സൗഖ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ പാരമ്പര്യമായിട്ട് ചില രോഗങ്ങൾ ചില കുടുംബങ്ങളിൽ ഉണ്ടാവും. പാരമ്പര്യമായി ചില തഴക്കദോഷങ്ങൾ ചില കുടുംബങ്ങളിൽ ഉണ്ടാവും. പാരമ്പര്യമായി ചില കടബാധ്യതയും ചില ഭാരവും ചില കുടുംബങ്ങളിൽ ഉണ്ടാവും. ഇപ്പോൾ ഈ സമയത്ത് ആ മേഖലകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഒരുപക്ഷെ ദൈവവിശ്വാസം നിഷേധിക്കപ്പെട്ട അവസ്ഥ ചില കുടുംബങ്ങൾ തലമുറകളായിട്ട് കടന്നു വരാം. അപ്പന് പള്ളിയിൽ പോവില്ല, പ്രാർത്ഥിക്കത്തില്ല, അതുപോലെ തന്നെ മകനും അങ്ങനെയായി തീരുക. പിന്നീട് വരുന്ന തലമുറ മുഴുവൻ അതുപോലെ പ്രാർത്ഥനയില്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകുന്നു. അങ്ങനെ നിന്റെ വീട്ടിലുണ്ടെങ്കിൽ ആ മേഖല പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് സാമ്പത്തിക മേഖലകളിൽ തടസ്സങ്ങളുള്ളവർ ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈശോയെ, അത്ഭുതകരമായ ഒരു വിടുതൽ എൻ്റെ കുടുംബത്തിൽ സംഭവിക്കണമേ. 18 വർഷമായി കൂനിയായി പോയ സ്ത്രീയെ വചനം പഠിപ്പിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും ചിലരുണ്ടാവും. ചില പാപവഴികൾ മൂലം, ചില ദുശീലങ്ങൾ മൂലം, ചില ചീത്ത കൂട്ടുകെട്ടുകൾ മൂലം വർഷങ്ങളായി സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. മദ്യപാനത്തിൻ്റെ ആവാം, മയക്കുമരുന്നിൻ്റെ ആവാം, മൊബൈൽ ഫോണിൻ്റെ ദുരുപയോഗമാവാം, തെറ്റായ സ്നേഹബന്ധങ്ങളാവാം. ചില മേഖലകളിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന അപ്രകാരമുള്ള വർഷങ്ങളായിട്ടുള്ള സ്വാതന്ത്ര്യത്തെ നശിപ്പിക്കുന്ന സകല തടസ്സങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് ഈ ശുശ്രൂഷ സമയത്ത്, ഓ ദൈവത്തിൻ്റെ ആത്മാവേ, അത്ഭുതകരമായ ശക്തി ദൈവജനത്തിലേക്ക് വെളിപ്പെടട്ടെ. കാലങ്ങളായിട്ടുള്ള സകല തടസ്സങ്ങളും കർത്താവെ എടുത്തു മാറ്റണമേ. വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നിരാശ, ദുഃഖം അനേകരുടെ തലയ്ക്കകത്ത് കടന്നു വന്നിട്ടുണ്ട്. ആ മേഖലകളെ ബന്ധിച്ച് പ്രാർത്ഥിക്കുകയാണ്. വർഷങ്ങളായിട്ട് അനുഭവപ്പെടുന്ന ചില തടസ്സങ്ങൾ മൂലം ചിലരുടെ ഉള്ളിൽ നിരാശ, ഇനി ഞാൻ രക്ഷപ്പെടിയാല, ഇനി ഞാൻ നന്നാവുകയില്ല, എൻ്റെ ജീവിതം ഇങ്ങനെ നശിച്ചു പോയി, എൻ്റെ ജീവിതം എന്തിനു കൊള്ളാം എന്നിങ്ങനെ ചിന്തിക്കുന്ന നിരാശയുടെ മേഖലകളെ
ദുഃഖത്തിൻ്റെ മേഖലകളെ, ഭയത്തിൻ്റെ മേഖലകളെ യേശുവിൻ്റെ അത്ഭുത ശക്തിയാൽ ഈ സമയം ബന്ധിച്ച് പ്രാർത്ഥിക്കുകയാണ്. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോ. ദൈവമേ, ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, കാൽവരി മലയിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ച യേശുവേ, കുരിശിൻ്റെ ശക്തിയാൽ, തിരുരക്തത്തിൻ്റെ ശക്തിയാൽ, യേശുവേ നിന്റെ നാമത്തിൻ്റെ മഹത്വത്താൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിൻ്റെ മേലുള്ള സകല തടസ്സങ്ങളും എടുത്തു മാറ്റി ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി ദൈവജനത്തിലേക്ക് ചൊരിയപ്പെടുവാൻ കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി, നാവ് തുറന്ന് ദൈവജനം യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. നാവ് തുറന്ന് വിളിക്കട്ടെ, ഹൃദയം തുറന്ന് വിളിക്കട്ടെ, ഈശോയേ എന്ന് വിളിക്കട്ടെ. ആരാധന. എല്ലാ തിന്മയുടെ കെട്ടുകൾ കർത്താവ് അടിക്കട്ടെ. ഒരു പുതിയ അഭിഷേകം ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തട്ടെ. ഓ കർത്താവേ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ദൈവജനത്തിന്റെ മേൽ സംഭവിക്കട്ടെ. ആരാധന. കൈയടിച്ച് പാടിക്കേ, കണ്ണുകളടച്ച് കൈയടിച്ചേ. സകല തടസ്സങ്ങൾ കർത്താവായ യേശുവിന്റെ നാമത്തിൽ, വിശുദ്ധ കുരിശിന്റെ ശക്തിയാൽ, യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ ഇപ്പോൾ എടുത്തു മാറ്റപ്പെടട്ടെ. നിന്റെ വീട് മനസ്സിൽ കണ്ട് കൈയടിച്ച വീട്ടിലുള്ള ഓരോ വ്യക്തികളെയും, പ്രത്യേകിച്ച് കിടപ്പ് രോഗികളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നീ കൈയടിച്ച് പാടട്ടെ. നിന്റെ കുടുംബത്തിലുള്ള സാമ്പത്തിക തടസ്സങ്ങളെ മനസ്സിൽ കണ്ട് കൈയടിച്ച് പാടട്ടെ. നിന്റെ കുടുംബത്തിലുള്ള പൈശാചിക പീഡകളെ ബന്ധിച്ച് നീ കൈയടിച്ച് പാടട്ടെ. നിന്റെ കുടുംബത്തിന് ചുറ്റും ദൈവത്തിന്റെ വലിയ സംരക്ഷണ വലയം വിശ്വസിച്ച് ഏറ്റെടുത്ത് കൈയടിക്കട്ടെ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ആമേൻ, ആമേൻ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, ആമേൻ, ആമേൻ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. കരങ്ങൾ ഉയർത്തി, യേശുവിന്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ, യേശുവിന്റെ തിരുരക്തം, യേശുവിന്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ. യേശുവേ, യേശുവിന്റെ തിരുരക്തത്താൽ അടിമ ചങ്ങലഴിയട്ടെ, യേശുവിന്റെ തിരുരക്തത്താൽ അടിമ ചങ്ങലഴിയട്ടെ. ഈശോയേ, മരണത്തെ ജയിച്ചവനെ, ഈശോയേ, മരണത്തെ ജയിച്ചവനെ, ഞാനും എന്റെ കുടുംബവുമെല്ലാം യേശുവിന്റേതു മാത്രം, ഞാനും എന്റെ കുടുംബം, ഞാനും എന്റെ കുടുംബവുമെല്ലാം യേശുവിന്റേതു മാത്രം. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി, ഈശോയേ, കുടുംബങ്ങളെ ഭരിക്കട്ടെ, തടസ്സങ്ങൾ മാറട്ടെ, കെട്ടുകൾ അഴിയട്ടെ, സകല തിന്മയുടെ കെട്ടുകൾ കർത്താവേ ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് അഴിയട്ടെ. എല്ലാ തടസ്സങ്ങളും കർത്താവേ മാറ്റട്ടെ. ഓ ദൈവത്തിന്റെ ആത്മാവേ, വർഷങ്ങൾ പഴക്കമുള്ള തടസ്സങ്ങളെ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കൈയടിച്ച് ഒന്നാട് കൈയടിച്ചേ പോരാ, ശക്തിയോടെ. ആമേൻ. ഇവിടെ നിന്ന് നീ കൈയടിക്കുമ്പോൾ നിന്റെ വീട്ടിൽ കർത്താവ് ഇടപെടുന്നു. അനേകർക്ക് കർത്താവ് അത്ഭുതകരമായ സൗഖ്യം നൽകിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. വിശ്വസിച്ച് കൈയടിച്ചുകൊള്ളും. ഓൺലൈനൊക്കെ പങ്കെടുക്കുന്ന അനേകരിലെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. നിന്റെ ജീവിതത്തിന്റെ സകല തകർച്ചകളുടെ നടുവിലും കർത്താവ് ഒരു പ്രകാശമായിട്ട് ഉദയം ചെയ്യുന്നു. പുതിയ അഭിഷേകം, പുതിയ ശക്തി കർത്താവ് അനേക കുടുംബങ്ങൾ നൽകുന്നു. സ്മിത എന്ന പേരുള്ള ഒരു സ്ത്രീയെ കർത്താവ് പേരെടുത്ത് വിളിച്ച് അനുഗ്രഹിക്കുന്നു. സാമ്പത്തിക ദുരിതം മൂലം കഷ്ടപ്പെടുന്ന ഒരു കുടുംബത്തിന് കർത്താവ് ഒരു വരുമാന മാർഗം തുറന്നു കൊടുക്കുന്നു. കർത്താവ് നിന്നെ തൊട്ടനുഗ്രഹിക്കുന്നു. ഉപ്പൂറ്റ് വേദന മൂലം നിൽക്കാൻ വരെ ബുദ്ധിമുട്ടുള്ള ആ സഹോദരനെ ഈശോ തൊടുന്നു. ഈശോ തൊടുന്നു. കൈയടിച്ചേ. പവർ. തിന്മകളൊന്നും വരികയില്ല, അനർത്ഥങ്ങളൊന്നും തൊടുകയില്ല.
വരികയില്ല. അനർത്ഥങ്ങളൊന്നും ഒരിക്കൽ കൂടെ തിന്മകളൊന്നും വരികയില്ല. അനർത്ഥങ്ങളൊന്നും തൊടുകയില്ല. തിന്മകളൊന്നും വരികയില്ല. അനർത്ഥങ്ങളൊന്നും തൊടുകയില്ല. ഈശോയേ മരണത്തെ ജയിച്ചവനേ, ഈശോയേ മരണത്തെ ജയിച്ചവനേ, ഈശോവാകും അധിപതിയായി എന്നും ഞങ്ങളിൽ വാഴണമേ. കർത്താവായി അധിപതിയായി എന്നും ഞങ്ങളിൽ വാഴ. രണ്ട് കരങ്ങളും ഉയർത്തി ഒരൊറ്റ വിളിയല്ല ഈശോ. ദൈവത്തിന്റെ ആത്മാവ് അത്ഭുതകരമായി ഇടപെടട്ടെ. ഒരു പുതിയ ശക്തി, ഒരു പുതിയ അഭിഷേകം ദൈവജനത്തിലേക്ക് വെളിപ്പെടട്ടെ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോ 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 യേശുവേ 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 യേശുവേ. വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു, വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അൾത്താരയിൽ നിന്ന് ദൈവ സാന്നിധ്യം ഓരോ വ്യക്തികളുടെ മേലും അത്ഭുതകരമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. നീ ആയിരിക്കുന്നിടത്തേക്ക് നിന്റെ യേശു ഇതാ കടന്നു വന്ന് നിന്നെ തൊട്ട് സൗഖ്യപ്പെടുത്തുന്നു. 12 വർഷമായ രോഗിയായിരുന്ന സ്ത്രീയെ തൊട്ട് സൗഖ്യപ്പെടുത്തിയ കർത്താവ് നിന്നെ തൊടുന്നു. 38 വർഷമായ രോഗിയായിരുന്ന വ്യക്തിയെ തൊട്ട കർത്താവ് നിന്നെ തൊടുന്നു. 18 വർഷമായി കൂനിയായി പോയ സ്ത്രീയെ തൊട്ട ഈശോ നിന്നെ തൊടുന്നു. ഇതാ നിന്നെ തൊട്ട് സൗഖ്യപ്പെടുത്തുന്നു. ഈശോ നിന്നെ തൊട്ട് സൗഖ്യപ്പെടുത്തുന്നു. എൻ്റെ ശരീരത്തിൽ ക്യാൻസർ രോഗമുണ്ടെന്ന് ഒരു തടിപ്പ് കണ്ടതിന് ശേഷം ഭാരപ്പെടുന്ന ഒരു സഹോദരി ദേ വിഷമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹോദരിയെ തൊട്ട് സൗഖ്യപ്പെടുത്തിക്കൊണ്ട് പറയുന്നു, മകളെ ഭാരപ്പെടണ്ട, ഭാരപ്പെടണ്ട, വിഷമിക്കേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. കർത്താവിന്റെ ശക്തി നിന്റെ മേൽ ഒഴുകുന്നു. കർത്താവിന്റെ ശക്തി. ഒരു വീട് പണിയെക്കുറിച്ച് ആലോചിക്കുന്ന ഒരു കുടുംബം, കർത്താവ് അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു. കാരണം വർഷങ്ങളായിട്ട് ആ കുടുംബത്തിന്റെ സ്വപ്നമാണ് ഒരു വീട്. കർത്താവ് അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു. പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയിലും കർത്താവ് ഇടപെടുന്നു. റോയി എന്ന പേരുള്ള ഒരു സഹോദരനെ കർത്താവ് പേരെടുത്ത് വിളിച്ച് അനുഗ്രഹിക്കുന്നു. കർത്താവിന്റെ ശക്തി നിന്റെ മേൽ ഒഴുകുന്നു. വിദേശത്ത് ജോലി ഉണ്ടായിരുന്നു, ജോലി നഷ്ടപ്പെട്ട് നാട്ടിൽ വന്ന് നിൽക്കുന്ന മറ്റൊരു സഹോദരൻ ദേ വിഷമിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. കർത്താവ് സഹോദരന്റെ പ്രാർത്ഥന കാണുന്നു. നിന്നിൽ കർത്താവ് ഇടപെടുന്നു. നിന്നിൽ കർത്താവ് ഇടപെടുന്നു. ഈശോ നിന്നിൽ ഇടപെടുന്നു. ഈശോ നിന്നിൽ ഇടപെടുന്നു. അത്ഭുതകരമായിട്ട് ഇടപെടുന്നു. കർത്താവിന്റെ കാരുണ്യം നിന്നിൽ വെളിപ്പെടുന്നു. യേശു നിന്നിൽ ഇടപെടുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ. തലയുടെ ഒരു വശത്ത് വിങ്ങലും വേദനയും തലയ്ക്ക് ഭാരവുമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു മകള് വല്ലാണ്ട് വിഷമിച്ചാണ്. ഇതെന്ത് രോഗമാണെന്ന് ആ പെൺകുട്ടി ഭാരപ്പെടുന്നു. മകളെ, കർത്താവ് മകളെ തൊട്ട് സൗഖ്യപ്പെടുത്തുന്നു. ഈശോ കൂടെയുണ്ട്. ഈശോ കൂടെയുണ്ട്. വിഷമിക്കണ്ട, ഈശോ കൂടെയുണ്ട്. യേശുവിന്റെ ശക്തി നിന്നിൽ വെളിപ്പെടുന്നു. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. ഭാരം ഈശോ മാറ്റുന്നു. ഭാരം ഈശോ മാറ്റുന്നു. അനേകരുടെ ഉള്ളിൽ അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ്. ഭാരം ഈശോ മാറ്റുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 12 വർഷമായി രോഗിയായിരുന്ന രക്തസ്രാവക്കാരി, 38 വർഷമായിട്ട് ബെത്സയിദ കുളക്കരയിൽ കിടന്നിരുന്ന രോഗിയായ വ്യക്തി, 18 വർഷമായി കൂനിയായിരുന്നൊരു സ്ത്രീ, ഈ 3 പേരും നിന്നെ ഒരു കാര്യം പഠിപ്പിക്കുന്നു. സൗഖ്യം യേശുവിലൂടെ സംഭവിക്കും. അതിനെന്താ ചെയ്യേണ്ടെന്നറിയോ? ഇനിയുള്ള നിന്റെ നാളുകൾ ഈശോയ്ക്ക് വേണ്ടി കൊടുക്കണം എന്ന് പറഞ്ഞാൽ
ഈ ശരീരം ഈശോയുടേതാണ്, ഈശോയുടേതാണെന്ന് പ്രഖ്യാപിക്കണം. പ്രാർത്ഥന കൂട്ടണം. ദൈവത്തെ ആരാധിക്കുന്നിടത്ത് സാത്താൻ ഇരിക്കാൻ പറ്റത്തില്ല, തടസ്സത്തിന് ഇരിക്കാൻ പറ്റത്തില്ല. എത്ര വർഷം പഴക്കമുള്ള കെട്ടുകളാണെങ്കിലും കർത്താവ് അഴിക്കും. ആരാധന ഉയർന്നാൽ, പ്രാർത്ഥന ഉയർന്നാൽ പിശാചിനിരിക്കാൻ പറ്റത്തില്ല. മുട്ടുകുത്തിക്ക്. ഈശോയുടെ ആശീർവാദമൊക്കെ സ്വീകരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായി ദേ കരങ്ങൾ കൂപ്പി ഒന്ന് പ്രാർത്ഥിച്ചേ. എൻ്റെ ആത്മീയ അവസ്ഥ എങ്ങനെയുണ്ട്? ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടോ? ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നുണ്ടോ? പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ടോ? കർത്താവ് ചോദിക്കുക. ഇതൊക്കെ ചെയ്യുന്നില്ലെങ്കിൽ ഇത് ചെയ്യണം. ദൈവത്തെ ആരാധിക്കുന്നിടത്ത് പിശാചിനിരിക്കാൻ പറ്റത്തില്ലെന്ന് വിശ്വസിക്കണം, ഏറ്റെടുക്കണം. യെസ്, എൻ്റെ ഉള്ളിൽ ഇത് സംഭവിക്കട്ടെ. നഷ്ടപ്പെട്ട അഭിഷേകം കർത്താവെ എന്നിലൂടെ എൻ്റെ കുടുംബത്തിൽ സംഭവിക്കട്ടെ. ദേ ഭാരപ്പെടുന്നൊരു സഹോദരി, ഒരു അമ്മയാണ്, വിഷമിക്കുന്നുണ്ട്. വിഷമിക്കണ്ട, ഞാൻ മാത്രം ഇങ്ങനെ അല്ലേ? അതല്ലേ അമ്മയുടെ സങ്കടം. എൻ്റെ വീട്ടിൽ ഞാൻ മാത്രം ഇങ്ങനെ സഹിക്കുന്നു, ബാക്കി എല്ലാവരും ഇങ്ങനെ ജീവിക്കുന്നു, ഞാൻ മാത്രം എന്താ ഇങ്ങനെ? ഞാൻ മാത്രം. അമ്മയുടെ കണ്ണുനീരിലൂടെയും വേദനയിലൂടെയുമാണ് ആ വീട് നിലനിൽക്കുന്നത്. അതേന്ന് ആ പ്രാർത്ഥന കൊണ്ട് ആ വീട് നിലനിൽക്കുന്നത്. നന്ദി പറഞ്ഞോ, ഈശോയ്ക്ക് നന്ദി പറഞ്ഞോ. പരിശുദ്ധാത്മാവ് നിറയട്ടെ. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച്. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. വളരെ പ്രത്യേകമായിട്ട് കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കുമ്പോൾ ഓൺലൈനൊക്കെ ഉള്ളവരും ശ്രദ്ധയോടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാതെ ഒരു പക്ഷെ പള്ളി പോവില്ല, പ്രാർത്ഥിക്കത്തില്ല, കുടുംബ പ്രാർത്ഥനയില്ല, ദൈവവിചാരമില്ലാതെ കഴിയുന്നവരാവും. ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവെ, അവരിൽ അത്ഭുതകരമായൊരു ദൈവിക ഇടപെടൽ ഉണ്ടാവണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. കരങ്ങൾ കൂപ്പി ആശീർവാദം സ്വീകരിക്കുമ്പോൾ വിശ്വസിച്ചു കൊള്ളണം. ഇന്ന് നമ്മൾ പഠിച്ചതും പ്രാർത്ഥിച്ചതുമായ മേഖലകൾക്ക് മേൽ യേശു നൽകുന്ന വലിയ സൗജന്യ രക്ഷയാണ്, സൗഖ്യമാണ്, വിടുതലാണ്. സ്വീകരിക്കാം. കരങ്ങൾ കൂപ്പി ഈശോയെ നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. ആരാധന ആരാധന യേശുവേ ആരാധന. ആരാധന ആരാധന യേശുവേ ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ